കുളിയും നനയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ പരിപാടിക്കുള്ള തുടക്കമായി. അപ്പോൾ ആദ്യം തന്നെ അങ്ങ് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കന് വേണ്ടിയിട്ട് കടുകൊക്കെ പൊട്ടിച്ച്, ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് കൂടുതലും സവാളയാണ് എടുത്തത്. അതൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്തിന് കപ്പ മുറിക്കാമെന്ന് വിചാരിച്ച് ചെന്നിരുന്നത് 2 വെട്ടി വെട്ടിയപ്പോഴത്തേക്കും കയ്യിൽ കയറിക്കൊണ്ട് കുറച്ചങ്ങ് മുറിഞ്ഞു. പിന്നെ ചേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് ആ പണി അങ്ങ് ചേട്ടനെ ഏൽപ്പിച്ചു. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് മസാലപ്പൊടികളും ചിക്കനൊക്കെ ഇട്ട് അത് ഒരു സൈഡിൽ വേവിക്കാൻ വെച്ചു. കപ്പ അരിഞ്ഞ് റെഡിയായപ്പോൾ കപ്പയും ഒരു സൈഡിൽ വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് കപ്പ വേവിച്ചു കൊടുത്തു, കുറച്ച് കപ്പ ഇങ്ങനെ ഉടച്ചു കൊടുത്തു, ഇളക്കിയെടുത്തത് നമ്മളവിടെ പറയും. അങ്ങനെ ചിക്കനുമായി കപ്പയുമായി ചോറുമായി. പിന്നെ ഇതിൻ്റെ ഇടയിൽ ദോശ ഉണ്ടാക്കി, ഇടിയപ്പം ഉണ്ടാക്കി, സാമ്പാർ രാവിലത്തെ ഉണ്ടായിരുന്നു, അതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോരനുമായി. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയത് നമുക്ക് മാത്രം കഴിക്കാനല്ല, നമ്മളെ കൂടെ കുറച്ചിപ്പോൾ മലയാളികളും കൂടെ ഉണ്ട്. അപ്പോൾ ഞായറാഴ്ച നമുക്കിവിടെ കൂടാന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയതാണ്. ഇതിൽ കൂടെ പൊറോട്ടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നേരത്തെ തീർന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും.